ഇവിടുത്തെ ഓട്ടോ ജീവനക്കാരെ പറയാതിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവർ ഒരുപാട് കുട്ടികളെ ഒരു 10-12 കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഷർട്ട് തന്നെ ഇടാതെ ഇറങ്ങിപ്പോയത്. ഇത് ഈ ഷർട്ട് എടുത്തത് മുഖം പൊത്താൻ വേണ്ടി ഈ ഷർട്ട് എടുത്തതാണ്. പിന്നെ കണ്ടത് ഞാൻ റൂമിൽ കയറി വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ പോത്തീസിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ കയറിയപ്പോൾ ബാക്കിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ഐലാൻഡ് ഹോട്ടലിൽ കത്തുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഓടി പുറത്താവുമ്പോൾ തമാശ പറഞ്ഞാൽ കരുതിയത്. പിന്നെ ഞാൻ കൊറിഡോറിൽ വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഉള്ളിൽ പോവുകയാണ്. അപ്പോൾ ഇറങ്ങി ഓടി. അപ്പോൾ ഇവരിൽ പിന്നെ ജീവനക്കാരൊന്നും കൂടുതൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് 6th ഫ്ലോറിലാണ് ഇത് കൂടുതൽ പിന്നെ കത്തി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ പിന്നെ ഞാൻ ഓടി ഫുള്ള് സ്റ്റെപ്പിറങ്ങി ഓടി. ഷർട്ട് ഇടാതെ ഈ ടീഷർട്ട് എടുത്തിട്ട് മുഖം പൊത്തി അങ്ങനെ ഓടി സ്റ്റെപ്പിറങ്ങി ഓടിയപ്പോഴാണ് ഇവിടെ. ഇപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഇറങ്ങി ഇവിടെ ഓരോരുത്തർക്ക് വിളിച്ചോണ്ട് പിന്നെ അവരവരോ ഇൻഫോം ചെയ്തു റൂമിൽ പോയി. പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റാതായി. അത് റൂമിൽ കയറി ഇൻഫോം ചെയ്യണമെങ്കിൽ പിന്നെ പുക നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാതായി ഫുള്ള്. കാരണം ഞാൻ തന്നെ ഓടിയപ്പോൾ 3 ഫ്ലോർ ഫുള്ളായി. പിന്നെ മുഖം പൊത്തി ഓടിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഇവിടുത്തെ ഓട്ടോ ജീവനക്കാരെ പറയാതിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവർ ഒരുപാട് കുട്ടികളെ ഒരു 10-12 കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടാണ്. ഞാൻ പോകുമ്പോൾ അവരാണ് ഇവിടുന്ന് ഓടിക്കയറി. ഇവിടെ ഓട്ടോ തൊഴിലാളികൾ ഫുള്ള് ഓടിക്കയറിയിട്ട് ചെറിയ 2 വയസ്സ് 3 വയസ്സ് അതായത് ഈ കുട്ടീനെയൊക്കെ അറിയാം. ഈ കുട്ടിയൊക്കെ ഇറക്കി കൊടുക്കുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ. അവരെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ ജീവനക്കാരനെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരറിഞ്ഞിട്ടില്ല. അവരറിയണം മുകളിൽ എന്തൊക്കെയോ ലിഫ്റ്റിൻ്റെ വർക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വന്നാൽ തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അതിന് പോത്തീസിൻ്റെ അവിടെ നിന്ന് കണ്ടത് മുകളിൽ തീ പോകലുണ്ട് ഹോട്ടലിൽ തോന്നുന്നു. അവൻ ഹോട്ടലിൽ കത്തുന്നില്ല തമാശ പറഞ്ഞാൽ എഴുതിയിട്ട് ഡോറ് തുറന്നപ്പോൾ ആരാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഹോട്ടലിൽ കത്തി? എൻ്റെ ഫ്രണ്ട് ഉണ്ട് സൈനുദ്ദീൻ എന്ന് പറയും. ഇവിടെയുള്ള ആൾ തന്നെയാണ്? അല്ല ഇവിടെയല്ല, എൻ്റെ റൂംമേറ്റാണ്. ആൾ പുറത്ത് പോയി. 3 പേരുള്ളത്. അഫ്സലുണ്ട്, ഒരാളുണ്ട്. ആൾ ഇവിടെ സെക്രട്ടറിയിൽ എന്തോ പോയതാണ്. എൻ്റെ കൂടെ വന്ന ആൾ ആ പോത്തീസിൽ എന്തോ വാങ്ങിയിട്ട് തിരിച്ചു വരാൻ ഞാൻ റൂമിൽ കയറി. ആൾ പിന്നെ അവിടെ തന്നെ ആൾ വിളിച്ചു പറഞ്ഞത്. ആൾ വിളിച്ചു പറഞ്ഞു പോത്തീസിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടാണ്. അലാറം ഒന്നും അറിഞ്ഞില്ല തീപിടുത്തുണ്ടാകുമ്പോൾ? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അലാറം ഉണ്ടോയെന്ന് അറിയില്ല. അതിന് സൗണ്ട് നമുക്ക് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്ത് ചാടിയത്. പുറത്ത് ചാടിയപ്പോൾ കോറിഡോർ ഫുള്ള് പുക മൂടിയിട്ടുണ്ട്. ഫുള്ള് പുക മൂടി. പിന്നെ 2nd ഫ്ലോർ 3rd നിന്ന് 5th ഇറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് പുക. 3rd കഴിഞ്ഞ് 2nd 1st ഒക്കെ ആയപ്പോഴാണ് പുക ഇല്ലാതായത്. പിന്നെ അതിലൊക്കെ നിറഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് ടോട്ടൽ എല്ലാം നിറഞ്ഞു. ഞാൻ 6th റൂം നമ്പർ 710. അവിടെ എന്തോ 6 നിലയുള്ളൂന്നല്ലേ? ഇതിൻ്റെ ടോപ്പ് അതിലാണ് ഫസ്റ്റ് ഇത് വന്ന് കയറിയത്. കാരണം ഞാൻ ഇറങ്ങി വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴും പുക കമ്മിയായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. ആ 2 ഫ്ലോർ നല്ല പുക ഇറങ്ങുമ്പോൾ പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ബാക്കിയുള്ള ഫ്ലോറിലൊക്കെ ആളുകൾ രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിലുള്ള എനിക്കറിയില്ല, ആർക്കറിയാം. പിന്നെ സാധനങ്ങളൊക്കെ റൂമിൽ തന്നെയാണ്. ആ റൂമിലാണ് സാധനങ്ങളൊക്കെ. ഞാൻ ഈ ഷർട്ട് തന്നെ ഇടാതെ ഇറങ്ങിപ്പോയത്. ഇത് ഈ ഷർട്ട് എടുത്തത് മുഖം പൊത്താൻ വേണ്ടി ഈ ഷർട്ട് എടുത്തതാണ്. പിന്നെ വന്നിട്ടാണ്. പിന്നെ ഇത് വരുമ്പോൾ ഈ ഓട്ടോ തൊഴിലാളികളുണ്ടല്ലോ അവർ കുറേ കുട്ടികളെ കയറിയിട്ട് കുറേ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.